എത്ര വരെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ പി മാർക്കിന്റെ വന്നിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെ ബി ജെ പിക്ക്, ആം ആദ്മി പാർട്ടിക്ക് 21 മുതൽ 31 സീറ്റ് വരെ. ഇവിടെയും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടുമെന്നാണ് പി മാർക്ക് എക്സിറ്റ് പോൾ ഫലവും പറയുന്നത്. 39 കുറഞ്ഞ സീറ്റ്, 49 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടുമെന്നാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല എന്നാണ് പി മാർക്കിന്റെ എക്സിറ്റ് പോൾ ഫലം നൽകുന്ന സൂചന. അതായത് ഒരു സർവേയിലും ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ ഇത് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 32 മുതൽ 37 സീറ്റുകൾ വരെ, ബി ജെ പിക്ക് 35 മുതൽ 40 സീറ്റുകൾ വരെ എന്നാണ്. JVC-യുടെ 22 മുതൽ 31 വരെ ആം ആദ്മി പാർട്ടിക്ക്, അതേസമയം 39 മുതൽ 45 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാം എന്നുള്ളതാണ്. JVC-യുടേതാണ് ഇപ്പോൾ കാണുന്നത്. 21 മുതൽ 32 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, ബി ജെ പിക്ക് 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 2 സീറ്റ് കോൺഗ്രസിന് പറയുന്നുണ്ട്. കേവല ഭൂരിപക്ഷം ബി ജെ പിക്കാണ് പറയുന്നത്. രാകേഷ്, ഇതൊരു ട്രെൻഡ് ആകുമോ? എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ തിരിച്ചു വാദിക്കുവാനും അവസരമുണ്ട് അല്ലേ? അതെ, ഡൽഹിയിലെ തന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത്തരം വാദങ്ങൾ ഉന്നയിക്കാം. എക്സിറ്റ് പോളുകൾ എല്ലാ കാലത്തും ശരിയായ പതിവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ ഡൽഹി എക്സിറ്റ് പോളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം, ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ 45 സീറ്റുകൾ വരെയാണ് കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി 62 സീറ്റുകൾ നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ മഞ്ജുഷ് സൂചിപ്പിച്ച് തന്നെയാണ് കാര്യം. കാരണം ഇതുവരെ 4 എക്സിറ്റ് പോളുകൾ വന്നെങ്കിൽ ഈ 4ഉം ബി ജെ പി അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുകയാണ്. അതിൽ തന്നെ മെട്രിക്സിന്റെ കണക്ക് ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവർ പറയുന്നുണ്ട്. 35 മുതൽ 40 വരെ സീറ്റുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായി കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രകടനം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പി മാർക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ബി ജെ പിയെ വിലയിരുത്തുന്നത്. ബി ജെ പിയുടെ പ്രകടനം 39 സീറ്റുകൾ, പരമാവധി 39 സീറ്റുകളിലേക്ക് ബി ജെ പി എത്തും. ഏറ്റവും കുറഞ്ഞത് 39 സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പരമാവധി അവർ 49 വരെ പോകാമെന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 സീറ്റുകൾ വരെ ഒതുങ്ങുമെന്നും പറയുന്നുണ്ട്. JVC ആണ് ഇപ്പോൾ ബി ജെ പി, അവിടെയും 39 മുതൽ, പോൾ ഡയറിയുടെ ആണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അതിൽ പ്രകാരം 39 മുതൽ 45 വരെ സീറ്റുകൾ ബി ജെ പി നേടുമെന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടി പരമാവധി 31 സീറ്റ്, 21 മുതൽ 31 സീറ്റ് വരെ നേടും എന്ന് പറയുന്നു. കോൺഗ്രസിന് പരമാവധി 2 സീറ്റ്. ഇതാണ് പോൾ ഡയറിയുടെ കണക്കുകൾ. ഇങ്ങനെ ഇപ്പോൾ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറയുന്നതാണ്. തീർച്ചയായും പീപ്പിൾസ് പൾസിന്റെ കണക്ക് എന്ന് പറയുന്നത് വലിയ കണക്കാണ് അല്ലേ? അവിടെ 50-ലധികം സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാം എന്നുള്ളതാണ്. 60 സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടാമെന്ന്, അതായത് 70-ൽ 60 സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിക്കുകയാണ് പീപ്പിൾസ് പൾസ് ഇല്ലേ? ആ ഒരു ഏജൻസി അവർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും നേരത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് വന്നതാണ്. പീപ്പിൾസ് ഇൻസൈറ്റ് ആണെങ്കിൽ 40 മുതൽ 44 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാട്രിക്സിന്റെ കണക്കിലാണ് ഒരു തൂക്കുസഭ പറയുന്നത് അല്ലെ? തൂക്കുസഭയാണ് മാട്രിക്സിന്റെ കണക്കിൽ. JVC-യുടെ കണക്കിലും കൃത്യമായും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസിന്റെ ആം ആദ്മി പാർട്ടിക്ക് 19 സീറ്റുകൾ വരെ മാത്രമേ പരമാവധി പറയുന്നുള്ളൂ. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റും പറയുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട്. കോൺഗ്രസ് പൊതുവെ അങ്ങനെയാണല്ലോ, ഇത്തവണ കോൺഗ്രസിന് ഒരു സീറ്റും കിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ രാകേഷ്? കോൺഗ്രസ് ആദ്യഘട്ടത്തിലൊക്കെ ഒരു മുന്നേറ്റം ഒക്കെ തന്നെ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി സീലംപൂർ കേന്ദ്രീകരിച്ച് പ്രചാരണത്തിലെത്തുന്നു. അതൊരു ന്യൂനപക്ഷ മണ്ഡലമാണ്. സ്വാഭാവികമായി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചാൽ ആർക്കാണ് അതിന്റെ ഗുണം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ ബി ജെ പി പ്രചാരണത്തിൽ എങ്ങനെ ആക്രമിച്ചോ അതേപോലെ സമാനമായ രീതിയിൽ എല്ലാ വിഷയങ്ങളും അത്തരം കടുത്ത നിലപാട് ആം ആദ്മി പാർട്ടിക്കെതിരെ എടുക്കുന്നത് കണ്ട് ഇന്ന് പോലും ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ വിമർശനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുണ്ടായി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കോൺഗ്രസിന് അവിടെ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ചാണക്യ സ്ട്രാറ്റജീസിന്റെ കണക്കനുസരിച്ച് 39 മുതൽ 44 സീറ്റുകൾ വരെ ബി ജെ പിക്ക് കിട്ടാം എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 സീറ്റ് വരെ. അവിടെ കോൺഗ്രസിന് പക്ഷേ 2 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാമെന്ന് ചാണക്യയുടെ പ്രവചനമുണ്ട്. ചാണക്യ സ്ട്രാറ്റജീസ് 39 മുതൽ 44 സീറ്റുകൾ വരെ ബി ജെ പിക്ക്, 25 മുതൽ 28 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക്, 2 മുതൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസിന്. ഇതിൽ മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലം ഒഴികെ മറ്റ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നു. ചില എക്സിറ്റ് പോളുകളിൽ 50-ന് മുകളിൽ സീറ്റുകൾ പ്രവചിക്കുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മാട്രിക്സിൽ മാത്രം ഒരു തൂക്ക് സഭയാണ് പ്രവചിക്കുന്നത്. പോൾ ഡയറിയുടെ കണക്കനുസരിച്ച് ആം ആദ്മി പാർട്ടിക്ക് 18 മുതൽ 25 സീറ്റുകൾ വരെ മാത്രമേ ഉള്ളൂ. പക്ഷേ ബി ജെ പിക്ക് 42 മുതൽ 50 സീറ്റുകൾ വരെ പറയുകയാണ്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ വളരെ കൂടുതൽ സീറ്റുകളാണ് പോൾ ഡയറി ബി ജെ പിക്കായിട്ട്
നൽകുന്നത്. ഡൽഹിയിൽ എക്സിറ്റ് പോൾ സൂചന അനുസരിച്ച് കോൺഗ്രസിന് 2 സീറ്റുകൾ വരെ, പോൾ ഡയറി എക്സിറ്റ് പോൾ അനുസരിച്ച് 2 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അങ്ങനെ 6 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനകം വന്നപ്പോൾ അതിൽ 5ഉം BJPക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുകയാണ്. ഈ പറയുന്ന മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ പോലും അവിടെ ഒരു തൂക്കുസഭ പറയുന്നുണ്ട് എങ്കിൽ പോലും മേൽക്കൈ പ്രവചിക്കുന്നത് BJPക്കാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. പീപ്പിൾസ് ഇൻസൈറ്റിന്റെയാണ് ഇപ്പോൾ കാണുന്നത്. BJPക്ക് 40 മുതൽ 44 വരെ, ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 29 വരെ. രാകേഷ് ഗ്രൗണ്ടിൽ പോയ ആളാണല്ലോ. ഈ ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡിനുള്ള സാധ്യത അവിടെ പറയുന്നുണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ഈ പറയുന്ന ബജറ്റിലെ പ്രഖ്യാപനമൊക്കെ BJPക്ക് ഒരു എഡ്ജ് കൊടുത്തതാണ് എന്നുള്ള തോന്നലുണ്ടോ? ഏതായാലും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് കാര്യങ്ങൾ പോകില്ല. 2015 ആം ആദ്മി പാർട്ടി നേടിയ 67, കഴിഞ്ഞ തവണ 62. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് വ്യക്തമായിരുന്നു. അതിപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പോലും പറഞ്ഞാണ്. അരവിന്ദ് കെജ്രിവാൾ പോലും പറയുന്ന 55 സീറ്റാണ്. പക്ഷേ ഇത്തരമൊരു BJPക്ക് ഇത്തരം വലിയൊരു അഡ്വാൻറ്റേജ്, ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഗ്രൗണ്ടിൽ നിന്ന് അത്തരമൊരു സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മധ്യവർഗം ആയുള്ള സ്ഥലമാണ് ഡൽഹി. 67% ഡൽഹിയുടെ മധ്യവർഗമാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും നികുതി അടയ്ക്കുന്നവരാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ആളുകൾ മാറി ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന സൂചന ഈ എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകളെ നമുക്കൊരു സൂചനയായി മാത്രമേ എടുക്കാൻ കഴിയൂ, അത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ തെറ്റിയ പതിവുണ്ട്. ഡൽഹിയുടെ കണക്കിൽ പോലും കഴിഞ്ഞ തവണയൊന്നും ആം ആദ്മി പാർട്ടി ഒരു വലിയ വിജയം, ഏകപക്ഷീയ വിജയം നേടുമെന്ന് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നില്ല, കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ BJP എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ട്രെൻഡാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അത്തരമൊരു വിലയിരുത്തലേക്ക് നടത്താം. പക്ഷേ എന്താണ് വോട്ടർമാർ മനസ്സിലെന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും കാത്തിരിക്കണം. പക്ഷേ BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. കാരണം 98-ന് ശേഷം ഒരിക്കൽ പോലും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തൊരു സ്ഥലം ഡൽഹി, പ്രത്യേകിച്ച് RSSന് വലിയ ശക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ BJP ഏതാണ്ട് 55% വോട്ടൊക്കെ നേടിക്കൊണ്ട് അങ്ങനെ അവർക്ക് സ്ട്രോങ് ബേസ് ഉള്ള സ്ഥലത്ത്, ഈ പറയുന്ന 27 വർഷമായി അധികാരത്തിൽ വരാൻ കഴിയാത്തൊരു സ്ഥലത്ത് മോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ പോലും അവിടെ പരാജയപ്പെടുന്ന സാഹചര്യം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ BJPയെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോളുകൾ തീർച്ചയായും ആശ്വാസത്തിന് പകരം. അതായത് BJPക്ക് സമീപകാല തെരഞ്ഞെടുപ്പുകളിലും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഡൽഹിയിൽ വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും ഡൽഹി പിടിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് BJP കളം നിറഞ്ഞു വന്നിരുന്നത്. അതിന്റെ ഒരു സൂചനയാണോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമല്ല. അതിൽ കാര്യമൊന്നുമില്ലല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് 8-ാം തീയതി നമുക്ക് ഇനി ഒരു 2 പകലും കൂടെ കഴിഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ മഞ്ജുഷ പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്, എങ്ങനെയും അധികാരം പിടിക്കുക. എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ഞാൻ ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശ്രദ്ധിച്ചപ്പോൾ എത്ര വീഡിയോസ് ആണ്, അതായത് വീടുകളിൽ പോയി BJPക്കാർ ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് മഷി പുരട്ടുന്ന വീഡിയോസും, അതുപോലെ തന്നെ അത് എവിടെയാണ് ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജംഗ്പുര മണ്ഡലത്തിന് അകത്ത് കയറി പണം കൊടുക്കുന്ന ആരോപണം അവിടുത്തെ കാൻഡിഡേറ്റ് പോയി പറയുമ്പോൾ പോലും അവിടെ പോലീസ് പോലും വരുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും അധികാരം പിടിക്കാന്ന് പറയുന്നതിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് രാവിലെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതിഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ 5 ലക്ഷം രൂപ പിടിച്ച് പോലീസ് കേസെടുത്തത്. അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അത് പിന്നീട് വ്യാജ വാർത്തയാണ്. പക്ഷെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒന്നും അത് തിരുത്തി കൊടുത്തിട്ടില്ല.